ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിൽ ശക്തമായ കഥാനിഷ്ഠിത ഉള്ളടക്കം ഇല്ലാതിരുന്നപ്പോൾ മറ്റ് വ്യവസായങ്ങളിൽ കാണുന്ന വലിയ ബജറ്റുകളും നൂതന സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്നിട്ടും മലയാള സിനിമ മുന്നേറി. ഈ വെല്ലുവിളികൾക്കിടയിലും അത് സ്ഥിരമായി ഗുണനിലവാരമുള്ള സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പൊതുവെ മലയാള സിനിമയെക്കുറിച്ചല്ല, മറിച്ച് 1000 കോടി വരുമാനം നേടാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷം 8ലധികം സിനിമകളുടെ കളക്ഷൻ കൂട്ടിച്ചേർത്താൽ മാത്രമേ 1000 എന്ന നാഴികക്കല്ല് എത്താൻ സാധിക്കൂ. ഒരുപക്ഷെ ഈ വർഷം ഒരൊറ്റ സിനിമയ്ക്ക് അത് നേടാൻ കഴിഞ്ഞേക്കും. ഞാൻ പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല. നിങ്ങളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമ. അതെ, ഹിന്ദുക്കളിൽ രാവണനുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്ക് ലൂസിഫർ. ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആ പേരിന്റെ അർത്ഥം എന്താണ്? ഈ തുടർച്ച നിർമ്മിക്കേണ്ടെന്ന് നിർമ്മാതാക്കൾ ഒരിക്കൽ തീരുമാനിച്ചിരുന്നതായി നിങ്ങൾക്കറിയാമോ? എന്നിട്ടും 2ാം ഭാഗം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവർ 3ാം ഭാഗം പോലും പ്രഖ്യാപിച്ചു. ഈ സിനിമയുടെ ബജറ്റ് 400 കോടിയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ 30 തൊട്ട് 40 കോടി ബജറ്റിൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യവസായം എങ്ങനെയാണ് ഇത്രയും വലിയ തുക കൈകാര്യം ചെയ്തത്? ഇപ്പോൾ വലിയ ചോദ്യം, 400 കോടി യഥാർത്ഥത്തിൽ സത്യമാണോ? 1000 കോടി നേടാൻ ഇത് മതിയോ? ഈ വീഡിയോ ഏറ്റവും രസകരമായ ഒന്നായിരിക്കും, കാരണം ഞാൻ പൂർണ്ണമായി ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങൾ മറ്റെവിടെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. നിങ്ങൾ മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജ് സുകുമാരൻ്റെയോ ആരാധകനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എമ്പുരാൻ എന്തുകൊണ്ട് ആദ്യമായി 1000 കോടി കളക്ഷൻ നേടാൻ സാധ്യതയുള്ള മലയാള ചിത്രമായി മാറാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം ഉയർന്ന നിർമ്മാണ മൂല്യം തന്നെയാണ്. 5 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റ് ചിത്രമായിരുന്നു ലൂസിഫർ. അന്ന് പണം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്ന് നിർമ്മാതാക്കൾക്ക് പോലും ഉറപ്പില്ലായിരുന്നു. ചിത്രം വിജയിക്കുമോ എന്ന് മോഹൻലാലും സംഘവും പോലും സംശയിച്ചിട്ടുണ്ടാകണം. എന്നാൽ ലൂസിഫറിന്റെ റിലീസിന് തൊട്ടുമുമ്പ് മലയാള സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം ആമസോൺ കൈപ്പറ്റിയതും പടം തിയേറ്ററിൽ കളക്ട് ചെയ്തതും മറ്റ് റൈറ്റ്സും എല്ലാം കൂടി 200 കോടിയിലധികം ലഭിച്ചു. ചിത്രത്തിന്റെ ബജറ്റ് ഏകദേശം 30 കോടി മാത്രമായിരുന്നു. ബോളിവുഡിനോ ടോളിവുഡിനോ ഇത് ചെറുതായി തോന്നാം. അവിടെ നടന്മാരുടെ ഫീസ് പോലും കൂടുതലാണ്. എന്നിരുന്നാലും 30 തൊട്ട് 40 കോടി ബജറ്റ് മലയാള സിനിമയ്ക്ക് ഒരു വലിയ ഇടപാടാണ്. അത്രയും ബജറ്റിൽ 200 കോടിയിലധികം നേടുക എന്നത് ഏറ്റവും മനോഹരമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് OTT പ്ലാറ്റ്ഫോമുകൾക്ക് നന്ദി പറയണം. രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിവർത്തനത്തിൽ ലൂസിഫർ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി എമ്പുരാൻ യഥാർത്ഥത്തിൽ 400 കോടി ബജറ്റിൽ നിർമ്മിച്ചതാണോ എന്നും പണം എവിടെ ചെലവഴിച്ചുവെന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെ മരക്കാർ, അറേബ്യൻ കടലിന്റെ സിംഹം മോളിവുഡിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരുന്നു. 100 കോടി ബജറ്റിൽ നിർമ്മിച്ചത്. അതും മോഹൻലാൽ ചിത്രമായിരുന്നു. പക്ഷേ അത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. ബജറ്റിന്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. എമ്പുരാന്റെ 400 കോടി ബജറ്റ് നിരവധി വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർമ്മാതാക്കൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പാൻ വേൾഡ് റിലീസായിട്ടാണ് ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റ് മലയാള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി UK, US, ഗുജറാത്ത്, ലഡാക്ക് കൂടാതെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇത് ചിത്രീകരിച്ചു. മോശം കാലാവസ്ഥ കാരണം കനത്ത നഷ്ടം നേരിട്ടതായി സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ട്രെയിലർ ലോഞ്ചിൽ വെളിപ്പെടുത്തിയിരുന്നു. ലഡാക്ക് മുതൽ പാലക്കാട് വരെ അവർ ലോകമെമ്പാടും ഷൂട്ടിങ്ങിനായി സഞ്ചരിച്ചു. കാലാവസ്ഥ വെല്ലുവിളികൾ നേരിട്ടു. ഇത് ധാരാളം പണനഷ്ടത്തിന് കാരണമായി. മികച്ച വിഷ്വൽ ഇഫക്റ്റുകളും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടച്ചെന്നൈ, ഇന്ത്യൻ 2 തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ച വലിയ നിർമ്മാണ കമ്പനികൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. മലയാള സിനിമ അതിവേഗം വളരുന്നതിനാൽ കൂടുതൽ വലിയ കമ്പനികൾ ഭാവി പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഫ്രാഞ്ചൈസികൾ പലപ്പോഴും പ്രേക്ഷകരെ കൗതുകമുണർത്തുന്ന വലിയ വെളിപ്പെടുത്തലുകളോടുകൂടിയാണ് അവസാനിക്കുന്നത്. ലൂസിഫറിൽ എബ്രഹാം ഖുറേഷി ഒരു പ്രധാന ഗുണ്ടാ സംഘമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ പലരെയും ഞെട്ടിച്ചു. പ്രേക്ഷകരെ അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉപയോഗിച്ച് അത്ഭുതപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി സംവിധായകൻ പൃഥ്വിരാജ് അന്ന് പറഞ്ഞിരുന്നു. തുടർഭാഗം പതിവ് ഫോർമുല പിന്തുടരില്ലെന്ന് അദ്ദേഹം സൂചന നൽകി. തുടക്കത്തിൽ ലൂസിഫർ ഒരു പരമ്പരയായി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എഴുത്തുകാരൻ മുരളി ഗോപിയും പൃഥ്വിരാജും അത് 3 ഭാഗമുള്ള ചലച്ചിത്ര പരമ്പരയാക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ചിരഞ്ജീവി ലൂസിഫർ തെലുങ്കിൽ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. ലൂസിഫർ കണ്ടവർ തീർച്ചയായും മാർച്ച് 27 റിലീസ് ചെയ്യുന്ന എമ്പുരാനെ പിന്തുണയ്ക്കും. എന്നാൽ വെല്ലുവിളി എന്തെന്നാൽ സൽമാൻ ഖാന്റെ സിക്കന്ദർ മാർച്ച് 28 റിലീസ് ചെയ്യുന്നു. അത് 2025 ഒരു വലിയ റിലീസായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ എമ്പുരാൻ 1ാം സ്ഥാനത്താണ്.
കടുത്ത മത്സരത്തെ മറികടക്കാൻ ചിത്രം ഉയർന്ന നിലവാരമുള്ള ഉള്ളടക്കം നൽകേണ്ടതുണ്ട്. പൃഥ്വിരാജ് സുകുമാരന്റെ സമർപ്പണം ഇത് സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ ചിത്രത്തിനായി രജനീകാന്തിന്റെ സിനിമാ സംവിധാനം ചെയ്യാനുള്ള അവസരം പോലും അദ്ദേഹം നിരസിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിന്റെ ആധികാരികത തികച്ചും അവ്യക്തമാണ്. ബിഗ് ബജറ്റ് ഫ്രാഞ്ചൈസികൾ നല്ലതാണ്, പക്ഷെ ഒരു സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എല്ലായ്പ്പോഴും താരത്തിന്റെ ജനപ്രീതിയെ ആശ്രയിച്ചിരിക്കുന്നു. 2024 പ്രേമലു മുതൽ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള ചിത്രങ്ങളെ പ്രേക്ഷകർ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണച്ചു. എന്നാൽ ഒരു മലയാള സിനിമ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്താൽ അത് സ്വാഭാവികമായും ഹൈപ്പ് സൃഷ്ടിക്കുന്നു. കൂടാതെ മമ്മൂട്ടി പോലും നേരിട്ട് മോഹൻലാലിന്റെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുത്തു, തന്റെ പിന്തുണ പ്രകടിപ്പിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല. എന്നിട്ടും മോഹൻലാൽ അദ്ദേഹത്തെ വിശ്വസിച്ചു. ബാക്കിയുള്ളത് ചിത്രമാണ്. ആദ്യമായി സംവിധായകനാകുന്ന പൃഥ്വിരാജിൽ മോഹൻലാലിനുള്ള വിശ്വാസം വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. ഭാഗ്യവശാൽ അത് ഫലം കണ്ടു. എമ്പുരാനിൽ പൃഥ്വിരാജ് മോഹൻലാലിനെ വളരെയധികം കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. മോഹൻലാൽ അദ്ദേഹത്തെ ഒരു കർക്കശക്കാരനായ സംവിധായകൻ എന്ന് തമാശയായി വിളിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചു. ലൂസിഫർ പോലുള്ള ഗാങ്സ്റ്റർ ആക്ഷൻ സിനിമകൾക്ക് സാധാരണയായി ലളിതമായ പ്ലോട്ടുകളാണുള്ളത്. നായകന്റെ കുടുംബം ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹം തിരിച്ചടിക്കുകയും വില്ലന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ലൂസിഫറിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഉണ്ടായിരുന്നു. ചിലർ മാർക്കോ വളരെ വയലൻസ് ഉള്ള പടമാണെന്നും എന്നാൽ നല്ല കഥയുടെ അഭാവം ഉണ്ടെന്നും വിമർശിച്ചു. എന്നാൽ മറുവശത്ത് ലൂസിഫർ ഇറങ്ങിയ ടൈമിൽ ചിത്രം അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സിലൂടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായും കഥയുടെ ക്രെഡിറ്റ് മുരളി ഗോപിക്കാണ്. ഒരു സിനിമയുടെ കളക്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. സിനിമകൾക്ക് മാത്രമല്ല, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മാർക്കറ്റിംഗ് അത്യാവശ്യമാണ്. ടിവിയിലോ യൂട്യൂബിലോ ആവർത്തിച്ചുള്ള എക്സ്പോഷർ വലിയ മാറ്റമുണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ #എമ്പുരാൻ ടീസർ പോലുള്ള ഹാഷ്ടാഗുകൾ ഇതിനകം ട്രെൻഡിങ്ങിലാണ്. നൂറുകണക്കിന് ആളുകൾ സിനിമകൾ നിർമ്മിക്കുന്നതിന് അവരുടെ സമയവും പരിശ്രമവും ചെലവഴിക്കുന്നതിനാൽ ധാർമ്മികമായി സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ചിത്രം വലിയ വിജയത്തിലെത്തട്ടെ എന്ന ആശംസകളോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫീഡ്ബാക്കോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പങ്കിടുക.